നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഗായത്രി മന്ത്രം സാത്വികതയുടെ പ്രതീകമാണ്. ഗായത്രി ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തെയാകെ സാത്വികമാക്കുക, ധാർമ്മികമാക്കുക എന്നതാണ്. നമ്മുടെ മനോവ്യാപാരങ്ങളെ സാത്വികവും നിർമ്മലവും ശാന്തവും ഉത്സാഹപൂർണവുമാക്കുക. അതിലൂടെ ജീവിതം മുഴുവൻ ഉന്മേഷവും ശാന്തിയും നിറഞ്ഞതും നിർമ്മലവുമാക്കുക. ഇതാണ് ഗായത്രി ഉപാസനയുടെ സ്വരൂപം. ദുർബുദ്ധി, ദുഷ്കർമ്മം, അനാചാരം എന്നിവ മൂലമാണ് മനുഷ്യൻ നാനാവിധ ദുരിതങ്ങളിൽ ചെന്നുപെടുന്നത്. ആസക്തി, അന്ധവിശ്വാസം, അവിദ്യ, തെറ്റിദ്ധാരണ, ദ്വേഷം, കലഹം തുടങ്ങിയവയെല്ലാം മുളപൊട്ടുന്നത് മുൻപേ പറഞ്ഞ നിഷേധാത്മക വൃത്തികളിൽ നിന്നാണ്. ഇവയെ തുടർന്ന് ദാരിദ്ര്യം, രോഗം, അശ്രദ്ധ, ആലസ്യം, സങ്കുചിതത്വം, നിരാശ, ഉത്കണ്ഠ, ഗർവ് തുടങ്ങിയവയും ഉണ്ടാകുന്നു. ഗായത്രി ഉപാസനയാകട്ടെ സർവവ്യാപിയായ ചൈതന്യവുമായി താതാത്മ്യം നേടിത്തരുകയും ബുദ്ധിയെ സാത്വിക വൃത്തികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. സർവവിദ്യകളുടെയും നിധിയും ഭവരോഗികൾക്കും വൈദ്യനും സർവലോകങ്ങൾക്കും ഗുരുവുമായ ദക്ഷിണാമൂർത്തിക്കായി നമസ്കാരം. പ്രണവത്തിൻ്റെ അർത്ഥവും ശുദ്ധജ്ഞാനേക സ്വരൂപനും നിർമ്മലനും പ്രശാന്തനുമായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം പറയുന്ന ഈ ധ്യാന ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കാനാണ് പുറപ്പെടുന്നത്. അതിന് മുൻപായിട്ട് ചില ധ്യാന ശ്ലോകങ്ങൾ നാം ശ്രദ്ധിക്കുന്നു. വിശേഷിച്ചും ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില ശ്ലോകങ്ങൾ മാത്രം. അവിടെ സ്തുതിക്കുകയാണ്. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ദക്ഷിണാമൂർത്തയേ നമഃ. ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് തെക്കൻ ദിക്കിലേക്ക് മുഖമാക്കി, ദക്ഷിണത്തിലേക്ക് മുഖമാക്കി ഇരിക്കുന്നവൻ ദക്ഷിണാമൂർത്തി. അഥവാ സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ദക്ഷിണനും സമർത്ഥനും അതേ സമയത്ത് അമൂർത്തിയുമായവൻ ദക്ഷിണാമൂർത്തി, രൂപരഹിതൻ. അങ്ങനെ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി പറയുകയാണ്. സർവവിദ്യാനാം നിധയേ നമഃ ഭവരോഗിണാം ഭിഷജേ നമഃ സർവലോകാനാം ഗുരവേ നമഃ. 3 നമസ്കാരവാക്യങ്ങൾ. ആദ്യം പറയുന്നത് നിധയേ സർവവിദ്യാനാം, സർവവിദ്യകളുടെയും സർവവിദ്യാസ്ഥാനങ്ങളുടെയും. വിദ്യ അറിവാണ്. അറിവ് ആത്യന്തികമായ ഒന്നാണെങ്കിലും പല സ്ഥാനങ്ങളിൽ വിഭക്തമാണ്. കാണപ്പെടുന്ന പ്രപഞ്ചം, കാണുന്ന താൻ, ഇങ്ങനെ രണ്ടായി നമുക്ക് തിരിക്കാം. ദൃശ്യവും ദൃക്കും. സാധാരണഗതിയിലുള്ള എല്ലാ ശാസ്ത്ര മേഖലകളും ദൃശ്യത്തെ സംബന്ധിക്കുന്നതായിരിക്കും, എത്ര സൂക്ഷ്മമായാലും. അതിലാണ് ഭൗതികശാസ്ത്രങ്ങൾ, രാശിക ശാസ്ത്രങ്ങൾ എല്ലാം വരുന്നത്. ഇപ്പം ദൃശ്യത്തെ സംബന്ധിക്കുന്ന അറിവും ദൃക്കിനെ സംബന്ധിക്കുന്ന അറിവും. ദൃക്ക് കാണുന്നവൻ, ദൃശ്യം കാണപ്പെടുന്നത്. ഇത് രണ്ടിനെ സംബന്ധിക്കുന്ന വിദ്യകളും. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം എന്ന് ഗീത പറയും. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും അറിവ് എന്ന്. ഇപ്പം എല്ലാ അറിവുകളുടെയും നിധിയാണ്. ഇനി വിദ്യാസ്ഥാനങ്ങൾ നമുക്ക് 18 പറയാം. അംഗാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര ഇതിഹാസ പുരാണം ച വിദ്യാഹ്യേതാശ്ചതുർദശ ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദ ഏവ ച അർത്ഥശാസ്ത്രശ്ചതുർത്ഥം ച വിദ്യാ ഹി അഷ്ടാദശ വിദു എന്ന് പറയാറുണ്ട്. അപ്പം 4 വേദങ്ങളും 6 അംഗങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും, അതുപോലെ മീമാംസയും ന്യായവിസ്തരവും. അപ്പം അതിൽ 6 ദർശനങ്ങളും വരും. ആയുർവേദവും ധനുർവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവും. ഇങ്ങനെ 18 വിദ്യകൾ, 18 വിദ്യാസ്ഥാനങ്ങളുണ്ട്. സകല വിദ്യകളുടെയും നിധിയായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. രണ്ടാമത് പറയുകയാണ് ഭിഷജേ ഭവരോഗിണാം. ഭവം സംസാരമാണ്. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്ന ഗതിയോടൊത്ത സംസാരം. അനേകവിധ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ ഭണ്ഡമായ സംസാരം. ഈ സംസാരത്തിലുള്ള സകലർക്കും ഔഷധമായ, ഭിഷഗ്വര്യനായ, വൈദ്യനായ, എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന വൈദ്യനും ഔഷധവും രണ്ടും ഒന്ന് തന്നെയാണ്. ഭേഷജവും ഭിഷക്കും ഒന്നാണ്. അങ്ങനെയുള്ള ഭിഷക്ക്, വൈദ്യൻ, വൈദ്യോത്തമൻ ആയ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഗുരവേ സർവലോകാനാം, സർവലോകങ്ങളുടെയും ഗുരുവിനായിക്കൊണ്ട്. സർവലോകങ്ങളും, ലോകം എപ്പോഴും അനുഭവ മണ്ഡലങ്ങളാണ്.
അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ സകല അനുഭവ മണ്ഡലങ്ങളുമാകുന്ന ലോകങ്ങൾ, അവിടെ നിവസിക്കുന്ന ജനങ്ങൾ എല്ലാവർക്കും ഗുരുവാണ്. ഗുരു എന്ന് പറയുമ്പോൾ ഗും രാവയതീതി ഗുരു എന്ന് പറയാം. അന്ധകാരത്തെ ഇരുട്ടിനെ നീക്കുന്നവനാണ് ഗുരു. ജ്ഞാനാന്ധകാരത്തെ നീക്കി തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നവൻ ഗുരു. അങ്ങനെ സർവ്വലോകത്തിൻ്റെയും ഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു. ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. എന്താണ് ദക്ഷിണാമൂർത്തിയുടെ പാരമാർത്ഥികമായ ഭാവം? അത് പറയുന്നു. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ. പ്രണവത്തിൻ്റെ അർത്ഥമാണവൻ. അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം. പ്രണവം പ്രകർഷേണ നവമാണ്, എന്നും എപ്പോഴും പുതിയതായിരിക്കുന്നത്, ഒരിക്കലും പഴകാത്തത്. അഥവാ പ്രകൃഷ്ടമായ നവമാണ്. നവം ശബ്ദം, ശ്രേഷ്ഠമായ ശബ്ദം, സർവശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയായ ശബ്ദം. മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവശബ്ദങ്ങളുടെയും പ്രതിനിധിയാണ് പ്രണവം, ഓംകാരം. അത് ഏറ്റവും മംഗളവാചിയായിട്ടാണ് നാം മാനിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓംകാരം സർവവേദസാരമാണ്. അപ്പോൾ സർവവേദസാരമായിരിക്കുന്ന ഓംകാരത്തിൻ്റെ അർത്ഥമാണ് പരമാത്മതത്വം. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് ഓം നമഃ പ്രണവാർത്ഥായ, പ്രണവാർത്ഥത്തിനായിക്കൊണ്ട്, പ്രണവാർത്ഥ സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. അതാണ് ദക്ഷിണാമൂർത്തിയുടെ പാരമാർത്ഥികമായ ഭാവം. എങ്ങനെയുള്ള അത് തുടർന്ന് പറയുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതാണ് നാമങ്ങൾ. ആര് ജപിക്കുന്നുവോ അവർക്ക് പുണ്യങ്ങളെല്ലാം വന്നു ചേരും. എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേട്ടാൽ ഒരു ഭക്തന് ഒരിക്കലും അതിൽ ആനന്ദമുണ്ടാകാൻ പാടില്ല. ഭാഗവത കഥയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധം പൂർവാർത്ഥത്തിലെ ശൃണ്ണൻ ഗൃണൻ സംസ്മരയം ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു ത്വച്ചരണാരവിന്ദയോർ ആവിഷ്ടചേതാ ന ഭവായ കൽപ്പതേ. തേ അങ്ങയുടെ മംഗളാനി പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ നാമാനി ഭഗവത് നാമങ്ങളെയും രൂപാണി ഭഗവാന്റെ രൂപങ്ങളെയും ശൃണ്ണൻ കേൾക്കുന്നവനും ഋണൻ ഉച്ചരിക്കുന്നവനും. പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതാണ് ഭഗവത് നാമങ്ങളെന്നുള്ളതാണ് പറയുന്നത്. ആര് ജപിക്കുന്നോ അവർക്കെല്ലാം പുണ്യത്തെ ഉണ്ടാക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു നല്ല കാര്യം ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം വരാം. അതൊരു സംസ്കാര വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വന്ന് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതെന്ന് തോന്നി ആ തിരിച്ചറിവോടുകൂടി അതിനെ ഗ്രഹിച്ച് അതിലൊരു സന്തോഷം ഉണ്ടാകുക. അത് സംസ്കാര വിശേഷം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ സാധാരണ ലോകത്ത് കാണുന്ന എന്താണ്? മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്ത കഥകളൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് ചിലർക്കൊക്കെ ആനന്ദം ഉണ്ടാകുക. ഇല്ലാത്തത് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു ഊറിയ ചിരിയും ഉള്ളിലുള്ള ഒരു സന്തോഷത്തെ മുഖത്തൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചുമാണ് പലരും പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്നറിയാം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അങ്ങനെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയാണ്? മറ്റുള്ളവരുടെ കുറവുകളെ, കുറ്റങ്ങളെ കേട്ടാൽ കിട്ടുന്ന ആനന്ദം ഒരിക്കലും ഒരു ഈശ്വരഭക്തന് യോജിച്ചതല്ല. ഈശ്വരഭക്തൻ എന്ന് പറയുന്ന ആൾ സവിശേഷ ഗുണത്തിൻ്റെ അധികാരിയായിരിക്കണം. എന്തുകൊണ്ട്? അയാൾക്കെപ്പോഴും പുണ്യങ്ങളെ ജനിപ്പിക്കുന്നത് ഭഗവത് നാമങ്ങളും ഭഗവത് രൂപങ്ങളെ ആണ്. പക്ഷേ നമ്മുടെ ലോകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെ അല്ലാതായി തീർന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കാര വിശേഷ ഗുണങ്ങളില്ല എന്ന് പറയുന്നത്.
നമുക്കൊരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ. എങ്ങനെയായിരിക്കണം ഞാൻ, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കേൾക്കരുതെന്നുള്ള ഒരു നിശ്ചയബുദ്ധി നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ അയഞ്ഞു കൊടുക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശരി കൊള്ളാം എന്ന് തലയാട്ടി കൊടുക്കുക. അതിൻ്റെ അർത്ഥം ആ പറയുന്ന ആളും നമ്മളും തമ്മിൽ സംബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞു. എന്ത് സംബന്ധം? കുറ്റം പറയുന്ന ആളിന് ആ കുറ്റം പറയുന്ന ആളിൻ്റെ അതേ സ്വഭാവ ഗുണമായിരിക്കുന്ന സംബന്ധത്വം നമ്മുടെ മനസ്സിലും വന്നു ചേരുകയാണ്. ഇതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷം. ഈ ദോഷത്തെ ഇല്ലാതാക്കുക. ഒരാൾ വളരെയധികം ഗഹനമായ തത്വങ്ങളിങ്ങനെ ആവിഷ്കരിച്ച് പറയുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ അയാൾ പറയുന്നെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എത്രയധികം വിരോധവും അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എത്രയധികം വെറുപ്പ് തോന്നിക്കും. കാര്യം എത്ര നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ആ നല്ല കാര്യങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായൊരു കാര്യം വന്നാൽ തന്നെ നമുക്കതിൽ വിയോജിപ്പ് സ്വാഭാവികമായിട്ടും വരാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ ഭഗവത് നാമങ്ങളെ ജപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുമാത്രമാണ് പുണ്യത്തെ ജപിപ്പിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ അത്രയും നിങ്ങൾ വിടുക. മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ച് അതും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കുക. അത് നല്ലതായിരിക്കണം, നല്ല സംസ്കാരത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം. അങ്ങനെ പുണ്യങ്ങളെ ജനിപ്പിക്കുന്നതായ നാമങ്ങളെയും രൂപങ്ങളെയും ശൃണ്ണൻ കേൾക്കുന്നവനും, ഗൃണൻ ഉച്ചരിക്കുന്നവനും, ചിന്തയൻ ചിന്തിക്കുന്നവൻ, ഈ 3 കാര്യം നമ്മൾ ചെയ്തിരിക്കണം. കേൾക്കുന്നവൻ, അതുപോലെ ഉച്ചരിക്കുന്നവൻ, അതുപോലെ ചിന്തിക്കുന്നവനും. സംസ്മരഞ്ച അന്യരെ സ്മരിപ്പിക്കുന്നവനുമായിരിക്കണം. ഇത് കേൾക്കുകയും ഇത് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അത് പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ട് അവരെ അത് സ്മരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അവരെ അത് ഓർമ്മിപ്പിക്കണം. ഇന്നതാണ് കാര്യം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണമെന്നർത്ഥം. ക്രിയാസു വ്യാപാരങ്ങളിൽ ത്വച്ചരണാരവിന്ദയോഹു നിന്തിരുവടിയുടെ താമരപ്പൂ പോലെയുള്ള ഇരിക്കുന്ന പാദങ്ങളിൽ, ഭഗവാന്റെ താമരപ്പൂ പോലെ നിർമ്മലമായിരിക്കുന്ന പാദങ്ങളാണ്. എന്തുകൊണ്ടാണ്? അത്രയധികം ഗുണങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിനത്രയും മനോഹാരിത കൽപ്പിക്കപ്പെടുന്നത്. താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദങ്ങളിൽ ആവിഷ്ടചേതാഹ ഉറപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായി യാതൊരുവന് അവൻ എന്താണ് ഭവായ സംസാരത്തിനായിക്കൊണ്ട് കൽപ്പത യോഗ്യനായി ഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങയുടെ നാമങ്ങൾ കീർത്തിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ പറയുകയാണ്, കീർത്തനങ്ങൾ കൊണ്ടും ഭഗവത് ധ്യാനങ്ങൾ കൊണ്ടും ഒരു ഭഗവത് അനുഗ്രഹം സിദ്ധിക്കുമെങ്കിൽ പിന്നെ ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ നാമകീർത്തനങ്ങൾ ചെയ്തിട്ടും ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ലുണ്ടോ? മനസ്സിനകത്ത് ഇങ്ങനെ നാമങ്ങളെല്ലാം കീർത്തിക്കുമ്പോഴും മനസ്സിൽ ഈ ദോഷങ്ങൾ അത്രയും നിൽക്കുകയാണ്. അപ്പോൾ ഒരു തവണ ചെയ്തിട്ട് കൂടിയും ഇതൊന്നും പോകുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? എല്ലാവരും കുറേയധികം നാമം ചൊല്ലിയിട്ടും ഒരുപാട് ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊന്നും പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് മനസ്സിലാക്കണം? ഭഗവത് സ്വരൂപം ചിന്തിക്കുവാൻ, അത് ഉറപ്പിക്കുവാൻ നമ്മളെ സാധിക്കാത്ത നമ്മളെ ശത്രുക്കളായിട്ട് നമ്മുടെ ഉള്ളിൽ ചില ആളുകളുണ്ട്. അതാണ് രാഗദ്വേഷാദികൾ. ഈ രാഗദ്വേഷാദികളാണ് നമ്മളെ ഇതിന് ഒരു തവണ ചൊല്ലിയിട്ടും അനേകം തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നെങ്കിലേ നമ്മുടെ ഉള്ളിലെ ഇത് ചെയ്യുന്നതിന്, ഈശ്വര സ്മരണാപൂർവം ജീവിതം ധന്യമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിനെ നീക്കം ചെയ്യാൻ അനേകം തവണ ഭഗവത് സ്മൃതി, ഭഗവത് കീർത്തനം, ഭഗവത് സ്മരണകളൊക്കെ നിലനിർത്തിയാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനെന്ത് വേണം? രാഗദ്വേഷാദി മാലിന്യങ്ങൾ മനസ്സിൽ നിന്ന് പോകണം. അവർ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് എത്ര തവണ നാമം ജപിക്കാൻ പറ്റുമോ അത്രയും തവണ കൊണ്ടേ ഈ രാഗദ്വേഷാദികളൊക്കെ നീങ്ങിക്കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, ശരീരാനന്തരം എന്തായാലും ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അനായാസേന മോക്ഷം ലഭിക്കുമെന്നുള്ള കാര്യവും നിർവിവാദമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നത്. എല്ലാവരും നാമം ജപിച്ച് സന്ധ്യാവേളകളിലും മറ്റുമൊക്കെ നാമം ജപിക്കുക എന്നുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ ജീവിക്കുക. നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷാദികൾ പതുക്കെ പതുക്കെ നീങ്ങി മനസ്സ് ശുദ്ധമാകുക തന്നെ ചെയ്യും. എല്ലാവരുടെയും മനസ്സ് ശുദ്ധമായി തീരട്ടെ ഭഗവത് നാമജപാദികൾ കൊണ്ട്.
നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.